പ്രതീക്ഷനെക്കാട്ടി നല്ല അടിപൊളി ത്രില്ലിംഗ് ആണ് കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല, അടിപൊളി ഒരു ത്രില്ലിങ്. ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. പിന്നെ എനിക്ക് രണ്ട് നെഗറ്റീവായിട്ടുള്ള ഫീൽ ചെയ്ത പോലീസ് ഓഫീസർ ഇടുന്നൊരു ലേഡി, അത് മാറ്റിയിട്ട് 5-ാം പാതിരയ്ക്കകത്തൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, അതിനെ ഒന്ന് കൊണ്ടുവരായിരുന്നു. ആ ഒരു ഇതെനിക്ക് പറ്റുന്നില്ല. പിന്നെ എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര ത്രില്ലിങ്. ദിലീപേട്ടനൊക്കെ ഒരു രക്ഷയില്ല, വന്ന് എന്താ പറയുക വിറപ്പിക്കുകയാണ് സ്ക്രീനിൽ വന്ന്. ദിലീപേട്ടൻ്റെ കഴിഞ്ഞൊരു സിനിമ പരാജയമായിരുന്നല്ലോ ബാന്ദ്ര, അതിനുശേഷം നല്ലൊരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. നമ്മളെന്താ പറയുക, റിയലായിട്ട് തങ്കമണി പോയ ഒരു ഫീലിംഗാണ് ഈ ഒരു ഫസ്റ്റ് ഹാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും നല്ല അടിപൊളി ഒരു സിനിമ, ഒരു രക്ഷയില്ല, അടിപൊളി പടം, സൂപ്പറായിട്ട്. പക്ഷേ എനിക്ക് നെഗറ്റീവായിട്ട് ആ ഒരു ലേഡിയെ മാറ്റി 5-ാം പാതിരയ്ക്കത്ത് വന്ന ഒരു ലേഡി ആക്കായിരുന്നു, അത് മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ടുള്ളൂ പറയുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ തങ്കമണി ഇപ്പോൾ ഒരു ഫിലിമാണ്, അതായത് കഴിഞ്ഞ ഒരു സംഭവം തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച്. ശരി, തങ്കമണി വളരെ നല്ല സിനിമയാണ്, നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അഭിനയം, എല്ലാവരും കുറേ പുതുമുഖങ്ങളെ നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. ദിലീപ് നല്ല രീതിയിൽ ദിലീപിൻ്റെ കുറേ നാളായി നമ്മളൊരു സിനിമ കണ്ടിട്ടെങ്കിലും വളരെ മികച്ചൊരു സിനിമയായിട്ട് തന്നെ ഇതിനെ വിലയിരുത്താവുന്നതാണ്. റിയൽ സ്റ്റോറിയാണ്. റിയൽ സ്റ്റോറി ഒരു കഥാതന്തു മാത്രമാണല്ലോ. ബാക്കി അതിനകത്ത് മേക്കിങ് അതിന് വേണ്ട ആവശ്യങ്ങളായിട്ടുള്ള ഘടകങ്ങളെല്ലാം ചേർത്തുകൊണ്ട് തന്നെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണുവാൻ സാധിക്കും. പുതുമ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, അതിന് നടന്മാർ തന്നെയാണ് പുതുമ. മറ്റുള്ള കാര്യങ്ങളെല്ലാം കണ്ടു വിലയിരുത്തേണ്ടതാണ്. അസീസിൻ്റെ കഥാപാത്രം നല്ല കഥാപാത്രം. അസീസിന് വരുന്ന കുറേ നാളുകളായി അസീസ് ചെയ്തിരിക്കുന്ന കണക്ക് തന്നെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തരത്തിലുള്ളൊരു കഥാപാത്രമാണ് അസീസിന് കിട്ടിയിരിക്കുന്നത്. അത് അസീസ് വളരെ തന്മയത്തോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അസീസിൻ്റെ അഭിനയം വളരെ മികച്ചതാണ്. അസീസ്, ദിലീപ്, മറ്റ് നടന്മാരെല്ലാവരും നല്ല അഭിനയമാണ്. അതിൽ നമുക്ക് അറിയാവുന്ന ഒരു കഥ, അതിൻ്റേതായിട്ടുള്ള ബാക്കിയുള്ള ഘടകങ്ങളോട് സിനിമയുടെ ഘടകങ്ങളും കൂടെ ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് സുന്ദരമായൊരു സിനിമയാണ്. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുന്ന തങ്കമണി, എങ്ങനെയാണ് താങ്കൾ ഈ തങ്കമണി സിനിമയെ വിലയിരുത്തുന്നത്? തങ്കമണി സിനിമ ഇപ്പോൾ റിയലിൽ നടന്നൊരു കഥയാണ് എങ്കിൽ പോലും സിനിമ അത് മേക്ക് ചെയ്തിരിക്കുന്നത് വളരെ ത്രില്ലിംഗ് ആയിട്ടാണ്. നമുക്ക് കുറേയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ പോലും അതിൻ്റെ ഓരോ സീനും അയ്യോ അടുത്തത് എന്താണ് നടക്കാൻ പോകണം എന്നുള്ളൊരു ആകാംക്ഷ നിൽക്കുന്ന രീതിയിലാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്നാണ് ദിലീപിൻ്റെ വേഷമാണ്, ദിലീപിൻ്റെ ആ ഒരു മേക്ക് ഓവറും ചോദിച്ചാൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ തങ്കമണി, കാമാക്ഷി വില്ലേജുകളിലാണ് ഈ സിനിമ നടക്കുന്നത്. എങ്ങനെയുണ്ട് അതിൻ്റെ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ റിയലായിട്ടും തങ്കമണി എന്നൊരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ നടക്കുന്ന സംഭവങ്ങളിൽ നമ്മളുകൂടി ഇൻവോൾവ് ആയി, നമ്മളുകൂടി അതിലെന്തോ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ഈ ചിത്രീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് ആ ഒരു സൗന്ദര്യവും ആ ഒരു ഭംഗിയൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു തങ്കമണിയിലിരിക്കുന്ന ഒരു ഫീല് സിനിമ കാണുമ്പോൾ കിട്ടുന്നുണ്ട്. പോലീസ് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന നടന്മാരെ അവരുടെ അഭിനയത്തെ കുറിച്ച് എങ്ങനെ വിലയിരുത്തും? ഇത് കാര്യം 1986 നടന്ന സംഭവത്തെ പോലീസ് തരനായിട്ട് തന്നെയാണ്. അത് ഈ പടത്തിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ഈ അന്ന് നടന്ന സംഭവങ്ങളിൽ പോലീസുകാർ നമ്മൾ നേരിട്ട് കണ്ടില്ല, അവരുടെ ആ രീതി എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ സിനിമയിൽ വന്നപ്പോൾ ശരിക്കും നമ്മളെ കൃത്യമായിട്ട് പോലീസുകാർ കുറേ പേര് കൃത്യമായിട്ട് വെറുപ്പിക്കുന്നുണ്ട്. എന്നാൽ വേറൊരു കാലഘട്ടം കാണിക്കുമ്പോൾ നമുക്ക് പോലീസിനോടൊരു ഇഷ്ടം തോന്നുന്ന രണ്ട് രീതിയിലാണ് എനിക്കത് അതിൻ്റെ ഒരു മേക്കിംഗ്. വെറുപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ പടം നല്ല രീതിയിൽ ആസ്വദിക്കുന്നു, പടം വർക്കൗട്ടായി. ദിലീപ് ഈ വരുന്ന മാസങ്ങളിൽ ദിലീപിൻ്റെ തങ്കമണി നിറഞ്ഞോടും എന്ന് തന്നെയല്ലേ? തങ്കമണി നിറഞ്ഞോടുമെന്ന് തന്നെയാണ്. എല്ലാവരുടെയും അഭിനയം നോക്കുമ്പോൾ അങ്ങനെയാണ്. ആ പോലീസ് വേഷങ്ങൾ ചെയ്ത അപ്പോൾ അത് നമ്മൾ മൊത്തത്താട് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ കാണിക്കുന്ന പോലീസുകാർ കൃത്യമായിട്ട് നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. കാലഘട്ടങ്ങളിൽ ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവന്ന അസീസിന്റെ പ്രകടനം. അതെ, അസീസിന്റെ നമ്മൾ എടുത്തു പറയണം. അസീസ് കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ കഥാപാത്രത്തിലോട്ട് എത്തുമ്പോൾ അസീസ് ഒന്നിനൊന്നും മികച്ച വരുവാണ്. ഇതിൽ നല്ലൊരു കഥാപാത്രമാണ്. ആദ്യം അസീസിനെ കാണിക്കുന്ന ഒരു മേക്ക് ഓവർ തന്നെ നമുക്ക് ഞെട്ടിക്കുന്ന ഒരു മേക്ക് ഓവറാണ്. നന്നായിട്ട് തന്നെ അസീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം ഗംഭീരമായിട്ട് ഓടും എന്നുള്ള വിശ്വാസം. എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. താങ്ക് യു.